ആവേശം നിറഞ്ഞൊരു മത്സരമായിരുന്നു നെതർലാൻഡ് മത്സരം. കാരണം നമുക്കറിയാം, ഈ മത്സരത്തിന് മുമ്പേ തന്നെ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് വാക്ക് തർക്കങ്ങളും നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന്റെ റിസൾട്ട് എന്താകുമെന്ന് ഒന്നടങ്കം ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ വാശിയേറിയ പോരാട്ടത്തിന് റഫറി വിസിൽനാദം മുഴക്കി. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ അർജന്റീനയുടെ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഒരു മുന്നേറ്റം കാണാം. അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ ഷോട്ട് പക്ഷേ വളരെ വ്യത്യാസത്തിൽ പോസ്റ്റിന്റെ വെളിയിലേക്ക് പോകുന്നു. എന്നാൽ മത്സരത്തിന്റെ 34-ാം മിനിറ്റിൽ തന്നെ എന്തുകൊണ്ടാണ് ലയണൽ മെസ്സി മറ്റുള്ള താരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാകുന്നു എന്ന വാക്കിനെ അടിവരയിടും വിധം ഒരു മനോഹരമായ ത്രൂ ബോൾ നഹുൽ മൊളീനയ്ക്ക് ലയണൽ മെസ്സി നീട്ടി നൽകുന്നു. വിർജിൽ വാൻഡൈക്ക് പോലുള്ള വൺ ഡിഫൻസിനെല്ലാം ഭേദിച്ചുകൊണ്ട് നഹുൽ മൊളീന വളരെ മനോഹരമായ രീതിയിൽ തന്നെ നെതർലാൻഡ് പോസ്റ്റിലേക്ക് ആ പന്തിനെ അദ്ദേഹം തഴുകി വിടുന്നു. അങ്ങനെ മത്സരത്തിന്റെ 34-ാം മിനിറ്റിൽ തന്നെ അർജന്റീന ലീഡ് നേടുകയാണ്. നമുക്കറിയാം, ഈ മത്സരത്തിന് മുമ്പേ തന്നെ ഒരുപാട് വിമർശനങ്ങൾ അർജന്റീന കേട്ടിരുന്നു. കാരണം നെതർലാൻഡ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ വളരെ സോളിഡാണ്. അർജന്റീന താരങ്ങളെക്കാളും ഹൈറ്റും വെയിറ്റുമുള്ള താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഡിഫൻസിനെ ഭേദിക്കാൻ അർജന്റീനിയൻ താരങ്ങൾക്ക് കഴിയില്ല എന്ന വിമർശനം അവരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിനെല്ലാം ഭേദിച്ച് 34-ാം മിനിറ്റിൽ തന്നെ അവരുടെ വിമർശനങ്ങളുടെ വാഴയടിപ്പിച്ചുകൊണ്ട് മനോഹരമായ ഗോളിലൂടെ അർജന്റീന ലീഡെടുക്കുന്നു. മത്സരം ആവേശമായി കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അർജന്റീനയ്ക്ക് അനുകൂലമായിട്ട് റഫറി ഒരു ഫ്രീ കിക്ക് വിധിക്കുന്നത്. അതെടുക്കാൻ വരുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ലയണൽ മെസ്സി തന്നെയാണ്. എന്നാൽ നെതർലാൻഡിന്റെ ഭാഗ്യമെന്നോണം ആ പന്ത് പോസ്റ്റിനെ തട്ടിയും ഉരുമ്മിയുമാണ് പുറത്തേക്ക് പോകുന്നത്. അത് ഗോളാക്കാൻ കഴിയാത്തതിന്റെ മുഴുവൻ നിരാശയും ഇവിടെ ലയണൽ മെസ്സിയുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അർജന്റീനയുടെ 8-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ അക്യൂനിയുടെ മുന്നേറ്റം. പക്ഷേ അദ്ദേഹത്തെ ഫൗൾ ചെയ്തതിന് മത്സരം ആവേശമായി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നെതർലാൻഡിനെതിരെ അർജന്റീനക്ക് അനുകൂലമായിട്ട് റഫറി പെനാൽറ്റി വിധിക്കുന്നു. കിക്കെടുക്കാൻ വരുന്നത് മറ്റാരുമല്ല, ലയണൽ മെസ്സി തന്നെയാണ്. നമുക്കറിയാം, മെസ്സിക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ടായിരുന്നു. മെസ്സിക്ക് പെനാൽറ്റി നന്നായി എടുക്കാൻ അറിയില്ല എന്നൊരു വിമർശനവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ വേൾഡ് കപ്പിലുടനീളം നമ്മളത് കണ്ടതാണ്. വളരെ കാമായി കൊണ്ട് തന്നെയാണ് അദ്ദേഹം മുഴുവൻ പെനാൽറ്റിയും എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ നെതർലാൻഡിനെതിരെ പെനാൽറ്റി വളരെ മനോഹരമായി കൊണ്ട് തന്നെ ലയണൽ മെസ്സി ആ പന്തിനെ വലതു പാർശ്വത്തിലേക്ക് യാത്രയാക്കുന്നു. ഈ മത്സരത്തിന് മുമ്പ് നെതർലാൻഡ് ഗോൾ കീപ്പർ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ ലയണൽ മെസ്സിയുടെ പെനാൽറ്റി തടുക്കുമെന്ന്. അതായത് മെസ്സിക്ക് എനിക്കെതിരെ പെനാൽറ്റി എടുക്കാൻ സാധിക്കില്ലെന്നാണ് അയാൾ വ്യക്തമാക്കി പറഞ്ഞത്. എന്നാൽ ഗോൾ കീപ്പറുടെ വായടുപ്പിച്ചുകൊണ്ട് നിർണായക ഘട്ടത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി 2ാമത്തെ ഗോളും നേടിക്കൊടുക്കുകയാണ്. അതോടെ സ്കോർ ബോർഡിൽ 2-0. അർജന്റീനിയൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഹാപ്പിയാണ്. കാരണം മത്സരം ഏകദേശം 83-ാം മിനിറ്റ് വരെ എത്തിയിരിക്കുന്നു. അതിനാൽ തന്നെ ഇനിയൊരു കംബാക്ക് ഇമ്പോസിബിൾ എന്നായിരുന്നു അവർ വിചാരിച്ചത്. പക്ഷേ ഇവിടെ മുതലാണ് മത്സരത്തിന്റെ ഗതി തന്നെ മാറി മറിയുന്നത്. സിയാ, ഇതിന് മാധവൻ മത്സരത്തിന്റെ 84-ാം മിനിറ്റിൽ നെതർലാൻഡ് താരത്തെ തേടി ഒരു പന്ത് വരുന്നു. അതൊരു ലോങ് ബോളാണ്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ അദ്ദേഹം ആ പന്തിനെ പോസ്റ്റിലേക്ക് തഴുകി വിടുന്നു. ഇവിടെ ഇതാ നമ്മൾ കാണുന്നത് ഫുട്ബോളിന്റെ മനോഹാരിതയാണ്. നമ്മൾ തോറ്റു എന്ന് വിചാരിച്ചിടത്തു നിന്നാണ് അവരുടെ കംബാക്കിന്റെ വേർഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഏകദേശം മത്സരത്തിന്റെ 90-ാം മിനിറ്റിൽ അവർക്ക് അനുകൂലമായിട്ടൊരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. എല്ലാവരും അതിലേക്ക് ഉറ്റുനോക്കുകയാണ്. നമുക്ക് ആ നെതർലാൻഡ് ഗോൾ കീപ്പറിന്റെ ഇമോഷൻ മനസ്സിലാക്കാം. ഇവിടെ ലോകമെല്ലാവരും ഉറ്റുനോക്കിയത് എന്തായിരിക്കും ആ ഫ്രീ കിക്കിന്റെ റിസൾട്ട് എന്നായിരുന്നു. എന്നാൽ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആ പന്തിനെ ഒറ്റ ടേക്കിൽ ഫ്രീ കിക്ക് എടുക്കാതെ ഒരു ചെറിയ പാസിലൂടെ അർജന്റീന ഡിഫൻസിനെ ഭേദിച്ചുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഗോളാക്കി മാറ്റുന്നു. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ചെയ്യുമെന്ന്. ഒരു ഫസ്റ്റ് ടേക്ക് ഷോട്ടായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ഒരു കംബാക്ക് വേർഷനാണ് നെതർലാൻഡിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അർജന്റീന വിജയിക്കുമെന്ന് ഉറപ്പിച്ച മത്സരം 2-2 എന്ന നിലയിൽ സമനിലയിൽ കലാശിക്കുകയാണ്. അങ്ങനെ മത്സരത്തിന് വീണ്ടും എക്സ്ട്രാ ടൈം അനുവദിക്കുകയാണ്. എക്സ്ട്രാ ടൈമിൽ കാര്യമായിട്ടുള്ള റിസൾട്ടൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. രണ്ട് ടീമും നല്ലപോലെ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആർക്കും അതൊന്നും ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല. അങ്ങനെ ഈ വാശിയേറിയ പോരാട്ടം എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക്. ഇവിടെ നമ്മൾ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നമുക്കറിയാം 2014 സെമി ഫൈനലായിരുന്നു നെതർലാൻഡും അർജന്റീനയും അവസാനമായി ഏറ്റുമുട്ടിയത്. അതും ആ മത്സരവും ഇതുപോലെ തന്നെ പെനാൽറ്റി ഷൂട്ടിലേക്കായിരുന്നു പോയിരുന്നത്. എന്നാൽ അവിടെ നെതർലാൻഡ് ആരാധകരെല്ലാം നിരാശരാക്കിക്കൊണ്ട് അർജന്റീന അന്ന് സെമി ഫൈനൽ വിജയിച്ചിരുന്നു. അതിനെല്ലാം കണക്ക് വീട്ടാനുള്ള അവസരമാണ് ഇവിടെ നെതർലാൻഡിന് വീണ് കിട്ടിയത്. നെതർലാൻഡിന്റെ ആദ്യ കിക്ക് അവരുടെ ക്യാപ്റ്റൻ വിർജിൽ വാൻഡേക്ക് തന്നെ എടുക്കുകയാണ്. എന്നാൽ വിർജിൽ വാൻഡേക്കിന്റെ ആ ഷോട്ടിനെ വളരെ മനോഹരമായ രീതിയിൽ എമിലിയാനോ മാർട്ടിനസ് വീണ്ടും അവരുടെ രക്ഷകനായിക്കൊണ്ട് തടുത്തിടുന്നു. അർജന്റീന കിക്ക് എടുക്കാൻ വരുന്നത് ലയണൽ മെസ്സിയാണ്. ഒട്ടും നിരാശനാകാതെ വളരെ കാമായിക്കൊണ്ട് തന്നെ ഇടത് പാർശ്വത്തിലേക്ക് ലയണൽ മെസ്സി ആ പന്തിനെ തഴുകി വിടുന്നു. നെതർലാൻഡിന്റെ രണ്ടാമത്തെ പെനാൽറ്റി എമിലിയാനോ മാർട്ടിനസ് വീണ്ടും തട്ടിയകറ്റുന്നു. അർജന്റീനയുടെ രണ്ടാമത്തെ കിക്ക് ലിയാൻഡ്രോ പെരേഡസ് വളരെ മനോഹരമായി തന്നെ വലത് പാർശ്വത്തിലേക്ക് യാത്രയാക്കുന്നു. അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിന്റെ റിസൾട്ടിലേക്ക് വരുമ്പോൾ 2-0. അതെ, അർജന്റീന ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. നെതർലാൻഡിന്റെ മൂന്നാമത്തെ പെനാൽറ്റി താരം പിഴക്കുന്നില്ല, അത് മനോഹരമായി കൺവേർട്ട് ചെയ്യുന്നു. അർജന്റീനയുടെ മൂന്നാമത്തെ കിക്ക് മൊളീനയും പിഴക്കുന്നില്ല, അദ്ദേഹവും അത് ഗോളാക്കി മാറ്റുന്നു. നെതർലാൻഡിന്റെ നാലാമത്തെ കിക്ക് ഗോളാകുന്നു. നെതർലാൻഡ് ഫാൻസിന് ഒരു നിമിഷം ആശ്വാസം നൽകിയിരുന്നു. എന്നാൽ അർജന്റീനയുടെ നാലാമത്തെ കിക്ക് എടുക്കാൻ വരുന്നത് എൻസോ ഫെർണാണ്ടസ് ആണ്. പക്ഷേ എൻസോ ഫെർണാണ്ടസ് നിരാശയാണ് സമ്മാനിക്കുന്നത്. അദ്ദേഹം എടുത്ത കിക്ക് വെളിയിലേക്ക് പോകുന്നു. നെതർലാൻഡിന്റെ അഞ്ചാമത്തെ കിക്ക് ഡിയോങ് ആണ് എടുക്കുന്നത്. അദ്ദേഹം അത് വളരെ മനോഹരമായ രീതിയിൽ ഗോളാക്കി മാറ്റുന്നു. അങ്ങനെ മത്സരം ഏകദേശം ആവേശമായി. കാരണം അടുത്ത കിക്ക് അർജന്റീനക്ക് ഗോളാക്കിയാൽ അവർക്ക് സെമി ഫൈനലിലെത്താം. അർജന്റീനയുടെ ആ അവസാന കിക്കെടുക്കാൻ വരുന്നത് ഇന്റർ മിലാൻ താരം ലൗത്തരോ മാർട്ടിനസ് ആണ്. നമുക്കറിയാം ഈ വേൾഡ് കപ്പിൽ കാര്യമായിട്ടുള്ള പ്രകടനമൊന്നും അദ്ദേഹത്തിന് കാണിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കോപ്പ അമേരിക്കയിലും ഫൈനൽസിമക്കും നിർണായക പങ്കുവഹിച്ച താരമായിരുന്നു ലൗത്തരോ മാർട്ടിനസ്. പക്ഷെ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് ചെറിയ പരിക്ക് മൂലം കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഒരുപക്ഷെ ഇത് ഗോളാക്കുകയാണെങ്കിൽ ഒരു ജനതയുടെ രക്ഷകനാകാൻ അദ്ദേഹത്തിന് സാധിക്കും. എന്നാൽ ലൗത്തരോ മാർട്ടിനസിന് പിഴക്കുന്നില്ല. വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം വളരെ മനോഹരമായി ഏറ്റെടുക്കുന്നു. Lautaro Martinez